എങ്ങനെയുണ്ടെന്ന് പോലും ചോദിക്കാനാവില്ലല്ലോ മോളെ. എന്തൊരു വിധിയാ നീ അനുഭവിക്കുന്നത്? ഏട്ടത്തിക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോ അവരോടൊപ്പം കളിച്ച് വളരേണ്ടവരല്ലേ ഞങ്ങളുടെയും കുഞ്ഞുങ്ങള്. എന്നിട്ട് എന്തിനാ അതിനെ കൊന്നുകളയാൻ വേണ്ടി നോക്കുന്നേ? എങ്ങനെ മനസ്സ് വന്നു നിങ്ങക്ക്? അങ്ങനെ പറയില്ലേ. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? എല്ലാം എനിക്ക് മനസ്സിലായതാ. മനഃപൂർവ്വം അല്ലേ നിങ്ങൾ ശിവാനിക്ക് വിഷം കലർത്തി കൊടുത്തത്? മുറ പറഞ്ഞു കഴിഞ്ഞാ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞുങ്ങൾ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് തുല്യമല്ലേ? അവരെയല്ലേ ഇല്ലാതാക്കാൻ നോക്കിയത്? രാമോനെ, സത്യം അതൊന്നും അല്ല. അമ്മ മിണ്ടിപ്പോരുതാമ്മേ. ഈശ്വരമംഗലത്തെ വരും തലമുറയെ ഇല്ലാതാക്കാൻ നോക്കിയ സ്ത്രീയാ ഇപ്പൊ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങളെ രണ്ടുപേരെയും തിരികെ ഈശ്വരമംഗലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തുമാത്രം ശ്രമങ്ങൾ നടത്തിയതാ. എന്റെ മുഴുവൻ സ്വത്തും ഏട്ടന് എഴുതി കൊടുക്കാന്ന് വരെ പറഞ്ഞല്ലേ ഞാൻ. നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നു അറിഞ്ഞപ്പോ എല്ലാ പിണക്കങ്ങളും മറന്ന് ഭൂമി പൂജയ്ക്ക് വന്നല്ലേ ഞാൻ. ആ മനുഷ്യനെ കാല് പിടിച്ച് ഞാൻ മാപ്പി ചോദിച്ചല്ലേ. എന്നോട് നിങ്ങൾക്ക് എന്ത് വൈരാഗ്യമുള്ളേ? എന്ത് തെറ്റാ ഞാൻ നിങ്ങളോടൊക്കെ ചെയ്തേ? ഏട്ടത്തിന്ന് വിളിച്ച് സ്നേഹിച്ചതിന് പകരം തന്നത് നന്നായിട്ടുണ്ട്. തൃപ്തിയായി എനിക്ക്. വാക്കുകൊണ്ട് നീ ഇങ്ങനെ കൊല്ലരുത്. നിനക്കൊരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ല. ആക്ച്വലി ശിവാനിയുടെ വയറ്റിൽ വളരുന്ന എന്താ പകുതിക്ക് നിർത്തിക്കളഞ്ഞേ? പറ. പറയാമെന്നത് എന്തായാലും അതങ്ങ് മുഴുവിപ്പിക്കേ. എന്തായാലും ഈ നാവിന്ന് വരുന്നത് നല്ലതിനല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ ഇതെങ്ങനാ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എനിക്കറിയില്ല മോനെ. കൂടുതലൊന്നും പറയണ്ട. ഒറ്റ വാക്ക് പറയാമോ? ശിവാനിക്ക് കരിക്കില് മയക്കുമരുന്ന് കൊടുത്തിട്ടില്ലാന്ന്. ആത്മാർത്ഥമായ ആ സത്യം ഏടത്തേക്ക് എന്റെ അടുത്ത് പറഞ്ഞൂടെ? ഇത്രയും തെളിവുകളും സാക്ഷികളൊക്കെ ഉള്ളപ്പോ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നാണോ പറയുന്നത്? പറ, വാ തുറന്ന് പറ. നിങ്ങൾ കരിക്കിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്തു എന്നുള്ളത് സത്യമല്ലേ? അതെ, സത്യമാണ്. നിങ്ങളെ തെറ്റ് ചെയ്തെന്ന് വീണ്ടും വീണ്ടും സമ്മതിക്കുക. സത്യം മതി. ഇനി ഒന്നും പറഞ്ഞ് ന്യായീകരിക്കണ്ട. നിങ്ങളെ കാണുന്ന തന്നെ എനിക്കിപ്പോ വെറുപ്പാ. പ്രണവ്, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ശിവാനി ബോധം കെട്ട് വീണപ്പോ അവൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് നിധിയല്ലേ? മയക്കുമരുന്ന് ഉള്ളിൽ ചെന്നുവെങ്കിലും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ അപ്പൊ തന്നെ അവൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇത്ര കൃത്യമായിട്ട് അമ്മ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവര് നടത്തിയ പ്ലാനിങ്ങിൽ അമ്മയ്ക്കും പങ്കുണ്ടായിരുന്നു. അയ്യോ, അങ്ങനെയൊന്നും പറയില്ലേ പ്രണവ്. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങൾ അമ്പലത്തിലേക്ക് വരുന്നു എന്നുള്ളത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? കൃത്യമായിട്ട് ആ വിവരം നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആരോ ഇതിനിടയിൽ കളിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. വെറുതെ ആലോചിക്കുന്നൊന്നും അല്ല. എന്റെ സംശയങ്ങള് ഓരോന്നോരോന്നായിട്ട് ശരിയായിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം കൂടെ ഉറപ്പിച്ചോ, ഏതെങ്കിലും വിധത്തില് ശിവാനിയുടെ മനസ്സ് മാറി അവളായിട്ട് ഈ കേസ് പിൻവലിക്കുന്നു പറഞ്ഞാൽ പോലും ഞാനതിന് സമ്മതിക്കുന്നു പ്രതീക്ഷിക്കണ്ട. നിങ്ങൾക്ക് പരമാവധി ശിക്ഷ ഞാൻ വാങ്ങിച്ചു തന്നിരിക്കും. ഇതെന്റെ തീരുമാനമോ.
ഇങ്ങനെ സത്യം മറച്ചു വെക്കുന്നത്? എല്ലാം നിനക്കങ്ങ് പറയായിരുന്നില്ലേ? അല്ലെങ്കിൽ ഞാൻ പറയാം. വേണ്ടമ്മേ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ എന്ത് പറഞ്ഞാലും പ്രണവ് വിശ്വസിക്കില്ല. എനിക്ക് ഉറപ്പുണ്ട്, ഏത് വിധത്തിലും ഗൗതം എന്നെ പുറത്തിറക്കും, സത്യം തെളിയുകയും ചെയ്യും. അമ്മ സമാധാനായിട്ട് പോ. എന്ത് സമാധാനത്തിന്റെ മോളെ എന്നോട് നീ പോകാൻ പറയുന്നേ? എനിക്കറിയില്ല ദൈവം എന്തിനാ എന്നെ നിന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒരു സമാധാനവും ഇല്ല. പക്ഷെ